ഇന്ത്യയുടെ നേതൃയോഗം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ചേരും എന്നതാണ്. ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിലാണ് യോഗം. അംബേദ്കർ വിഷയത്തിൽ BJPയും NDAയും പ്രതിരോധത്തിലായ പശ്ചാത്തലത്തിലാണ് യോഗം. B ബാലഗോപാലാണ് വിവരങ്ങളുമായുള്ളത്. ബാലഗോപാൽ, ഈ അംബേദ്കർ പരാമർശത്തിൽ NDAയിലെ ഘടകകക്ഷികൾക്ക്, വിശേഷിച്ച് JDU അതുപോലെ തന്നെ TDP അടക്കമുള്ള കക്ഷികൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? ഇന്ന് NDA യോഗത്തിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അഭിലാഷ, രതീഷ്, ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഈ യോഗം, NDAയുടെ സുപ്രധാനമായ ഈ യോഗം ഡൽഹിയിൽ ചേരുന്നത്. ഈ യോഗം ഈ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിലാണ് ചേരുന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇതിനോടകം തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ യോഗത്തിൽ NDAയുടെ ഒട്ടുമിക്ക എല്ലാ ഘടകകക്ഷി നേതാക്കളും പങ്കെടുക്കുമെന്നാണ് BJP നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ഈ യോഗം ചേരുന്ന സമയത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം അംബേദ്കറിനെതിരായ അമിത്ഷായുടെ പരാമർശം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം രാജ്യവ്യാപകമായി തന്നെ അമിത്ഷായ്ക്കെതിരായുള്ള ഈ രാഷ്ട്രീയപരമായ നീക്കം ശക്തമാക്കിയിരിക്കുന്നതിനിടയിലാണ് ഈ യോഗം ചേരുന്നത്. സ്വാഭാവികമായും NDAയുടെ എല്ലാ ഘടകകക്ഷികളിൽ നിന്നും അമിത്ഷായ്ക്ക് പിന്തുണ നൽകുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയോ പ്രഖ്യാപനമോ ഈ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് BJP നേതാക്കൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എടുക്കുന്ന നിലപാടൊക്കെ വളരെ നിർണായകമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ യോഗത്തിൽ ഈ 2 നേതാക്കളുടെയും എടുക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. യോഗത്തിന് ശേഷം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഇപ്പോൾ നടത്തുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കെതിരെ ഒറ്റയ്ക്ക് യോജിച്ചുകൊണ്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ ഒരു മറു ആക്രമണം നടത്തുന്നതിന് NDAയുടെ ഭാഗത്തു നിന്നുള്ള എടുക്കുന്ന തീരുമാനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുമെന്നാണ് കരുതുന്നത്.